ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം എന്തായാലും വേനൽക്കാലമൊക്കെ തുടങ്ങി, വെക്കേഷനൊക്കെ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ലീവ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും നമ്മൾ മലയാളികൾ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ട്രാവൽ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വിനോദയാത്ര പോകാനായിട്ട് കൂടുതലായിട്ട് ആഗ്രഹമുള്ളവരാണ്. നമ്മളിപ്പോൾ തന്നെ ഈ വെക്കേഷൻ ടൈമിൽ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് യാത്രകൾ പോകാനുള്ള ഒരു ചാൻസസ് ഒക്കെ കൂടുതലാണ്, നമ്മൾ പോകാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളിപ്പോണ ചൂടാണ്. അപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലെ ചൂട് കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അല്ലാതെ അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതിൽ മെയിൻ ആയിട്ട് എന്നുള്ളത് നമ്മളെ ഗൂഗിളൊക്കെ എടുത്ത് നോക്കിയിട്ട് അവിടുത്തെ വെതർ റിപ്പോർട്ട്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫോർകാസ്റ്റ് ഉണ്ടാവും, അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് നമ്മൾ അവിടെ എത്തുന്ന ഡേറ്റ് കാര്യങ്ങളിലൊക്കെ അവിടുത്തെ വെതർ എങ്ങനെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ തന്നെ റൂമൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ റേറ്റ് കുറവിന് ഫാമിലിയൊക്കെ ആയിട്ട് പോകാന്നുണ്ടെങ്കിൽ പറ്റിയ അറ്റ്മോസ്ഫിയർ നോക്കുക, ടൈം നോക്കുക, കാലാവസ്ഥ നോക്കുക. അതേപോലെ തന്നെ അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നമുക്ക് ഡ്രസ്സുകളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ വലിച്ചു വരെയൊന്നും കൊണ്ടുപോകേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചൂട് ഒരുവിധം ഉള്ള സ്ഥലത്തോട്ട് പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാക്കറ്റ് സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടാവില്ല. സ്ലീവ്ലെസ് അതേപോലുള്ള സാധനങ്ങൾ എടുത്താൽ മതിയാവും. ഇപ്പോൾ ഇഫ് സപ്പോസ് ചൂട് കുറവ്, അതായത് തണുപ്പ് കൂടുതലുള്ള സ്ഥലത്തോട്ട് പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ സ്ലീവ്ലെസ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല, തണുപ്പുണ്ടാവും. ഇപ്പോൾ വേറൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓൾമോസ്റ്റ് നമുക്കറിയാൻ പറ്റും, അതായത് ഇവിടെ ചൂടുണ്ടാവോ തണുപ്പുണ്ടാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പക്ഷേ ഊട്ടി അല്ലാന്നുണ്ടെങ്കിൽ മൂന്നാറൊക്കെ ഇപ്പോൾ പോവാന്നുണ്ടെങ്കിൽ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ്. അതായത് ഉച്ച എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അവിടെ തണുപ്പ് വരുമ്പോൾ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ കൂടെ ജാക്കറ്റും ഫുള്ള് സെറ്റപ്പ് മാത്രം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സമയത്ത് നമുക്ക് അവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം, വെള്ളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡീഹൈഡ്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ചൂടടിക്കുമ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് ദാഹിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടി യാത്രയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ചിട്ട് ടോയ്ലറ്റുള്ളിടത്തൊക്കെ നിർത്തി കാര്യങ്ങളൊക്കെ സാധിക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഓട്ടോമാറ്റിക്കലി ആയിപ്പോവല്ലോ. അപ്പോൾ വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, വെള്ളം നമ്മളുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇത്ര പെർസെൻറ്റേജ് വെള്ളം വേണമെന്നാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ വെള്ളം കൂടി സാധാരണഗതി കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബട്ട് ഈ ഒരു പ്രത്യേക സാഹചര്യം കൂടെ കണക്കിലെടുത്ത് നിങ്ങൾ കണ്ടമാനം വെള്ളം കുടിക്കുക. ഇപ്പോൾ യാത്ര പോകുന്നവരായാലും പോവാത്തവരായാലും പരമാവധി കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം, കാടുകളിലൊക്കെ പോകുമ്പോൾ കാട്ടുതീ അതേപോലുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അണ്ടർടേക്കിങ്ങിലുള്ള ഗൈഡുകളെ കൂട്ടി മാത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു മൂന്നാർ ഈ ടൈമിൽ തന്നെ മീശപ്പുലിമലല്ല, ആ ഒരു ഭാഗം മീശപ്പുലിമലയുടെ അടുത്ത് തന്നെയുള്ള കൊളുക്കുമലയുടെ ആ ഭാഗത്ത്, അതായത് നമ്മളുടെ ടോപ്പ് സ്റ്റേഷനിൽ നോക്കിയാൽ കാണുന്ന ആ മലയുടെ അവിടെ തീപിടുത്തുണ്ടായിട്ട് ഒരുപാട് പേര് മരിച്ചുപോയി. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്, തികച്ചും ഒരു സങ്കടമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. അത് പ്രോപ്പർ ഗൈഡൻസ് അല്ലാതെ അതേപോലെ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് പോയതിന്റെ ഒരു ഫലമായിട്ട് സംഭവിച്ചേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രോപ്പർ ഗൈഡൻസ് അല്ലാതെ ഗൈഡുകൾ ഉൾപ്പെടുത്തിയ ഗവൺമെന്റിന്റെ അറിവോടുകൂടി മാത്രം പോവുക, അല്ലാതെ നൈസായിട്ട് കാട്ടിക്കയറി പോവാതിരിക്കുക. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കാന്ന് ആരും അറിയില്ല, നമ്മൾ എവിടെയാണെന്നും ആർക്കും അറിയാൻ പറ്റില്ല. ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിച്ചത് വരില്ല. പിന്നെ ഈ ചോലകൾ അതേപോലുള്ള പുഴകൾ അല്ലാണ്ട് ചെറിയ ചെറിയ കുളങ്ങൾ അവിടെ ഒക്കെ ഇറങ്ങുന്നത്, അതായത് നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് പോകുമ്പോൾ ചില നൈസായിട്ടുള്ള സ്ഥലങ്ങൾ കാണും, നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നും. സൂക്ഷിക്കുക. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ചെളി ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളത്തിൽ ഇറങ്ങുന്നത് എല്ലാവരും പറയാറുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മളിപ്പോൾ ഞാനായാലും ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങാം. അപ്പോൾ പിന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. എവിടെ എത്ര ആളുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല. വേണമെങ്കിൽ വടിയൊക്കെ എടുത്ത് കുത്തിയൊക്കെ നോക്കിക്കോ, നൈസായിട്ട് ചെളിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, അതേപോലെ ആളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് സൂക്ഷിക്കുക. പിന്നെ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്ഥലമാണ് ബീച്ചുകൾ. അപ്പോൾ ബീച്ചിൽ പോകുമ്പോൾ നട്ടപ്പാറ ഉച്ചക്കൊന്നും ആരും പോകില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഉച്ചക്കൊന്നും പോയിട്ടൊരു കാര്യമില്ല. ഇന്നലെ രാവിലെ അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ പോവുക. പിന്നെ ഈ കൂളിംഗ് ഗ്ലാസ് സൺഗ്ലാസ് വെക്കുന്നത് ഒരു ജാടക്ക് വേണ്ടി മാത്രമല്ല, കണ്ണടിച്ചു പോകാതിരിക്കാൻ കൂടിയാണെന്നുള്ളൊരു എന്താ പറയുക, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഉച്ചക്കൊക്കെ ഇറങ്ങി നടക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് ഗ്ലാസ് വെച്ചു. ആൾക്കാർ നമ്മളെ നോക്കാന്നുണ്ടെങ്കിലും വലിയ സീനൊന്നും ആക്കണ്ട, നമ്മളുടെ ഹെൽത്ത് നമ്മളാണല്ലോ നോക്കേണ്ടത്, നാട്ടുകാരല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ കൂളിംഗ് ഗ്ലാസ് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക. പുറത്തോട്ട് ഇറങ്ങി നടക്കുകയെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വാങ്ങി അങ്ങോട്ട് വെക്കുക. അത്രേ ഉള്ള പരിപാടി. അപ്പോൾ
എപ്പോഴും. അപ്പോൾ ബീച്ചിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച്, അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് അല്ലാതെ സൺഡേ റേസ് നമ്മളുടെ അടുത്തോട്ട് വരുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, ചൂട് കിട്ടുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുക. അത് വേറൊരു കാര്യം. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ മെയിനായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമൊക്കെ ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതൽ ക്യാഷ് കയ്യിൽ വെക്കാതിരിക്കുക. ഇഫ് സപ്പോസ് നിങ്ങൾ ഇപ്പോൾ 50,000 രൂപ താഴെയാണെന്നുണ്ടെങ്കിൽ വലിയ ഇതൊന്നും വേണ്ടാന്നൊക്കെ പറയുമെങ്കിലും നിങ്ങളെ കയ്യിൽ നിന്ന് ആ പൈസ എടുത്തുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഒരു 99% സ്കോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളുള്ള നൂലാമാല, അതിന്റെ സോഴ്സ്, തേങ്ങ, മാങ്ങ, ചക്ക, എന്നിട്ട് ട്രഷറിയിൽ നിന്നൊക്കെ ഫണ്ട് റിലീസ് ആണെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അപ്പോൾ അധികം കാശ് കയ്യിൽ വെക്കാതിരിക്കുക. ATM അതേപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോണ വഴിക്ക് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ ക്യാഷ് കുറച്ച് കയ്യിൽ വെക്കുക. പെട്രോളൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഡ് വെച്ച് പേ ചെയ്യുക. അതേപോലെ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഡ് വെച്ച് പേ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രം പൈസ കയ്യിൽ വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ കയ്യിൽ നിന്ന് കാശ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. നമുക്ക് കിട്ടാതൊന്നും ഇരിക്കില്ല. ബ്ലാക്ക് മണി അല്ലാന്നുണ്ടെങ്കിൽ, ബ്ലാക്ക് മണി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടില്ല, വേറെ കാര്യം. പിന്നെ കേസായി കൂട്ടായി അങ്ങനത്തെ വേറെ സീനുകളൊക്കെ വരും. ബട്ട് ഇഫ് സപ്പോസ് നമ്മൾ വൈറ്റ് മണി ആണെന്നുണ്ടെങ്കിൽ കിട്ടും, പക്ഷേ ടൈം എടുക്കും. ആ ടൈം നമ്മൾ ഒരു ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കാൻ വിചാരിക്കുക, നല്ല അടിച്ച് പൊളിച്ച് ഒരാഴ്ചയൊക്കെ പ്ലാൻ ചെയ്ത് അതിൽ 3 ദിവസം ട്രഷറി പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് നടന്നുള്ള ഒരു അവസ്ഥ ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷിന്റെ കാര്യത്തിൽ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈം കഴിയുന്നവരെങ്കിലും നൈസായിട്ട് സൂക്ഷിക്കുക. അധികം പൈസ കയ്യിൽ വെക്കാതിരിക്കുക. 50,000 മേലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ് കേട്ടോ. കറക്റ്റ് സോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ, കറക്റ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും അവരത് എടുത്തുകൊണ്ട് പോയിട്ട് എന്താ പറയുക, ചില വാട്സപ്പ് മെസ്സേജുകളിലൊക്കെ ഒന്നും അത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയില്ല, അവർ കൊണ്ടുപോകും. അതിനാണ് നമുക്ക് പൈസ തിരിച്ചിട്ടെന്നുള്ള 100% ഉറപ്പാണ് നമ്മളുടെ പൈസ എന്നുണ്ടെങ്കിൽ. അത് വേറെ കാര്യം. അപ്പൊ അത്യാവശ്യത്തിനുള്ള മാത്രം കയ്യിൽ വെച്ചെങ്കിൽ സഞ്ചരിക്കുക. അതൊരു വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ലേറ്റ് നൈറ്റ് യാത്രകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് ചൂടാണ്, വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ റൂമിന്റെ കാര്യങ്ങൾ, കാലാവസ്ഥ കാര്യങ്ങൾ, വസ്ത്രങ്ങളുടെ കാര്യങ്ങൾ, അതേപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ കൂടെ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും ഇതൊരു കാര്യം ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ പറയണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അടുത്തുള്ള ബെല്ലും കൂടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒരു ശാസ്തി പറഞ്ഞത് എന്തൊരു ആശ്വാസം. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്.